والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا طلقتم النساء فبلغن أجلهن فلا تعذلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف. صدق الله مولانا العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിനെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി തരികയും നമുക്ക് അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ്, നമസ്കാരങ്ങൾ, ഇബാദത്തുകളിൽ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ അല്ലാഹു തആല സമാധാനം കൊണ്ടുവരുമാറാകട്ടെ. അല്ലാഹു തിന്മയുടെ വക്താക്കളെ അല്ലാഹു തആല നശിപ്പിക്കുകയും നന്മയ്ക്ക് അല്ലാഹു വിജയം നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്, ആർക്ക് അല്ലാഹു തആല രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം വിവാഹവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് സംസാരിച്ചു വന്നത്. ഇന്ന് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നിക്കാഹ് ശരിയാകാൻ 5 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിക്കാഹ് ശരിയാകാൻ നിർബന്ധമായി ഉണ്ടാകേണ്ടതല്ല. അത് ഉണ്ടായാൽ നല്ലത്, ഒരു സുന്നത്തെന്ന അർത്ഥത്തിലേ ഉള്ളൂ. ഈ 5 കാര്യങ്ങൾ ഒരു നിക്കാഹിൽ ഇല്ലെങ്കിൽ ആ നിക്കാഹ് സാധുവല്ല, തുടർന്നുള്ളവരുടെ ബന്ധവും സാധുവല്ല. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭാര്യയാണ്, ഭർത്താവ്, 2 സാക്ഷികള്, നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള വലിയ, 5-മത്തത് അവര് തമ്മിൽ പരസ്പരം പറയുന്ന അസീഗ, പദം. ഈ 5-ൽ ഒരു കാര്യത്തിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ ആ നടന്ന നിക്കാഹ് ശരിയാവൂല. ഈ 5 കാര്യങ്ങൾക്കും പ്രത്യേകമായ ഷർത്തുകളുണ്ട്. ആദ്യം നമ്മൾ ഭാര്യയെക്കുറിച്ചാണ് പറഞ്ഞത്. ഭാര്യയിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പറഞ്ഞുപോയ കാര്യമാണ്. 3 കാര്യങ്ങളില്ലാത്ത സ്ത്രീയിലുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ആ സ്ത്രീ വേറൊരാളുടെ ഭാര്യയായിരിക്കരുത്. അതുപോലെ ആ സ്ത്രീ തലാഖ് ചൊല്ലപ്പെട്ടവളാണെങ്കിൽ ഇദ്ദ കഴിഞ്ഞിരിക്കണം. 3-മത്തത്, ആ സ്ത്രീയുമായി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന് മഹ്റമിയത്ത്, വിവാഹബന്ധം ഹറാമാകുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. കുടുംബ ബന്ധത്തിലൂടെയോ മുലകുടി ബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ആ സ്ത്രീയുമായുള്ള മഹ്റമിയത്ത് ഉണ്ടാകരുത്. ഈ 3 കാര്യങ്ങൾ ആ സ്ത്രീയിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. 2-മത്തത് ഭർത്താവാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാള്, അയാളിൽ ഈ 3 കാര്യങ്ങളിൽ ഒരു കാര്യം ഉറപ്പുവരുത്തിയാൽ മതി. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അയാൾ വേറൊരു സ്ത്രീയുടെ ഭാര്യയാണോ എന്നുള്ളത് വിഷയമല്ല. കാരണം ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകൾ വിവാഹം കഴിക്കാം. അതുകൊണ്ട് അയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ടെങ്കിലും ഈ നിക്കാഹ് ശരിയാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവളുടെ അനുവാദം വേണ്ടതുണ്ടോ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. നിക്കാഹ് ശരിയാകാൻ അയാൾക്ക് വേറെ ഭാര്യ ഉണ്ടെങ്കിലും നിക്കാഹ് ശരിയാകുന്നതിന് തടസ്സമില്ല. പിന്നെ ഇദ്ദ എന്നുള്ളത് പറയാനില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് ഇദ്ദയില്ല. ഇന്ന് ഭാര്യയെ ഒഴിവാക്കിയാൽ, ഇന്ന് ഭാര്യ മരിച്ചാൽ അടുത്ത മണിക്കൂറിൽ അവന് വിവാഹം കഴിക്കാം. അവൻ ഇദ്ദരിക്കേണ്ടതില്ല. സ്ത്രീക്കാണ് ഇദ്ദ വരിക. 3-മത്തെ കാര്യം പുരുഷന്റെ വിഷയത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുമായി എനിക്ക് മഹ്റമിയത്തുണ്ടോ? എനിക്ക് ആ സ്ത്രീ വിവാഹം കഴിക്കൽ ഹറാമായ സ്ത്രീയാണോ? എന്റെ കുടുംബത്തിലോ എന്റെ മുലകുടി ബന്ധത്തിലോ എന്റെ വിവാഹ ബന്ധത്തിലോ അവൾ എനിക്ക് ഹറാമായ സ്ത്രീയാണോ ഹലാലായ സ്ത്രീയാണോ എന്ന് അന്വേഷിക്കണം. ഈ കാര്യങ്ങളാണ് ഭർത്താവിന്റെ വിഷയത്തിൽ ഉറപ്പുവരുത്താനുള്ളത്. 3-മത്തത് വേണ്ടത് സാക്ഷികളാണ്. ഒരു നിക്കാഹും 2 സാക്ഷിയില്ലാതെ ശരിയാകൂല. 4 മദ്ഹബിലും 2 സാക്ഷിയില്ലാത്ത നിക്കാഹ് ശരിയല്ല. നിക്കാഹ് പരസ്യമായിരിക്കുന്ന 2 പേരെങ്കിലും സാക്ഷികളായിരിക്കും. ഈ സാക്ഷികൾക്ക് ചില നിബന്ധനകളുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സാക്ഷി എല്ലാവരും നിക്കാഹിന് സാക്ഷിയാകലുണ്ട്. പക്ഷെ സാക്ഷിക്ക് ചില ഷർത്തുണ്ട്. ആ ഷർത്തൊത്ത ആളുകളാണോ സാക്ഷി നിൽക്കുന്നത്, എന്നാലേ നിക്കാഹ് ശരിയാവുള്ളൂ. നിക്കാഹിന് ശേഷം ആ സാക്ഷികളിൽ 2 പേരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്കും ഈ നിബന്ധനകൾ ഒത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ നിക്കാഹ് ബന്ധം വേർപെടുത്തണം.
ആ നിക്കാഹ് ശരിയായിട്ടില്ല. നല്ല പറ്റിയ സാക്ഷികളെ വെച്ച് വേറെ വിവാഹം നടത്തുകയും വേണം. അപ്പൊ സാക്ഷികൾക്കുള്ള ഷർത്തുകൾ: ഒന്ന്, സാക്ഷി മുക്കല്ലഫായിരിക്കണം, പ്രായപൂർത്തി ഉണ്ടാകണം, കുട്ടികൾ സാക്ഷിയാകാൻ പറ്റൂല, ബുദ്ധിയുണ്ടായിരിക്കണം, ഭ്രാന്തന്മാർക്ക് സാക്ഷിയാകാൻ പറ്റൂല, പുരുഷനായിരിക്കണം. ഷാഫി മദ്ഹബിൽ സ്ത്രീകൾ സാക്ഷികളാകാൻ പറ്റൂല നിക്കാഹിന്. ഹനഫി മദ്ഹബിൽ ഒരു പുരുഷനും 2 സ്ത്രീയും സാക്ഷിയായാൽ നിക്കാഹ് ശരിയാകും. ഷാഫി മദ്ഹബിൽ 2 പുരുഷന്മാര് മാത്രമേ സാക്ഷിയാകാൻ പറ്റൂ. പുരുഷനായിരിക്കണം. നാലാമത്തത്, ഈ രണ്ടുപേരുടെയും ഭാഷ തിരിയുന്നയാളായിരിക്കണം. പെണ്ണിന്റെ വാപ്പയുടെയും ഈ പുതിയാപ്പിളയുടെയും ഭാഷ രണ്ടുപേരും തിരിയണം. അപ്പൊ മലയാളത്തിൽ നിക്കാഹ് നടത്തുന്ന ഒരു തമിഴൻ സാക്ഷിയാകുകയാണ്. 2 തമിഴന്മാരാണ് സാക്ഷി. അവർക്ക് മലയാള ഭാഷ തിരിയില്ലെങ്കിൽ ആ സാക്ഷിത്വം ശരിയാകൂല. ഈ പെണ്ണിന്റെ വാപ്പയും ഈ പുതിയാപ്പിളയും തമ്മിൽ പറയുന്ന ഈ ഭാഷ തിരിയുന്നയാളായിരിക്കണം. സാക്ഷികൾ രണ്ടുപേരും തിരിയുന്നയാളായിരിക്കണം. അത് അതിനകത്ത് നിർബന്ധമാണ്. അതുപോലെ കേൾവിയും കാഴ്ചയുമുള്ള ആളുകളായിരിക്കണം. കേൾവിക്കുറവുള്ളവരോ കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവരോ നിക്കാഹിന്റെ സാക്ഷികളാകാൻ പറ്റൂല. കാരണം അവർ സാക്ഷി നിൽക്കുന്നത് ഞങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്, ഞങ്ങളിത് കണ്ടിട്ടുണ്ടെന്നാണ് സാക്ഷി. ഞങ്ങൾ ഈ നിക്കാഹ് നടക്കുന്നത് കേട്ടവരാണ്, ഞങ്ങളിത് കണ്ടവരാണെന്നാണ് സാക്ഷി നിൽക്കുന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കേൾവി പരിമിതിയോ കാഴ്ച പരിമിതിയുള്ള ആളുകൾ സാക്ഷിയാകാൻ പറ്റൂല. അടുത്ത ഷർത്ത്, സാക്ഷിയാകുന്ന ആളുകൾ ഒരിക്കലും ഈ നിക്കാഹിന്റെ വലിയാകേണ്ട ആളുകളാകാൻ പാടില്ല. ഈ നിക്കാഹിന്റെ പെണ്ണിന്റെ വലിയായി ഇരിക്കേണ്ട ഒരാൾ സാക്ഷിയാകാൻ പാടില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഒരു വാപ്പ തന്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേറെ ആളെ വക്കാലത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് ആ വാപ്പ ഒരു സാക്ഷിയായി മാറുന്നു. ഈ നിക്കാഹ് ശരിയാവൂല. വാപ്പയ്ക്ക് വേണ്ടി വക്കാലത്ത് ഏൽപ്പിക്കാലോ. എന്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേറെ ആൾ ചുമതലപ്പെടുത്താം. അങ്ങനെ ചുമതലപ്പെടുത്തി. ഇപ്പൊ നിക്കാഹിന് വേണ്ടി വലിയായിരിക്കുന്നയാള് പെൺകുട്ടിയുടെ വാപ്പയല്ല, വാപ്പ ചുമതലപ്പെടുത്തിയ ആളാണ്. എന്നിട്ട് ഈ 2 സാക്ഷികളിൽ ഒരാളായിട്ട് ഈ വാപ്പ വരാൻ പാടില്ല. കാരണം വാപ്പ ഈ പെൺകുട്ടിയുടെ വലിയാകേണ്ട ആളാണ്. വലിയാകേണ്ട ആള് സാക്ഷിയാകാൻ പാടില്ല. അല്ലെങ്കിൽ സഹോദരൻ, ഒരു പെൺകുട്ടിക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. ആ സഹോദരൻ വേറൊരാളെ നിക്കാഹിന് ചുമതലപ്പെടുത്തിയിട്ട് ആ സഹോദരൻ സാക്ഷിയാകാൻ പാടില്ല. കാരണം ഈ സഹോദരൻ ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ട വലിയാണ്. ഇപ്പോൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നില്ല, വേറെ ആളെ ചുമതലപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ അവകാശം ഇയാൾക്കാണ്. അതുകൊണ്ട് ഇയാൾ സാക്ഷിയാകാൻ പാടില്ല. എന്നാൽ ഒരു പെൺകുട്ടിക്ക് 3 സഹോദരങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു സഹോദരൻ നിക്കാഹിന് വേണ്ടി ഇരിക്കുന്നു, വലിയായിട്ടിരിക്കുന്നു. ബാക്കി 2 സഹോദരങ്ങൾക്ക് സാക്ഷിയാകാം, കുഴപ്പമില്ല. കാരണം ഈ 2 പേരല്ലല്ലോ, വേറൊരാൾ സാക്ഷിയാകാൻ 3ാമതൊരാൾ സഹോദരനായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ശ്രദ്ധിക്കുക. സാക്ഷിയാകേണ്ട ആൾ ഒരിക്കലും വലിയാകേണ്ട ആളാകാൻ പാടില്ല. വലിയാകാൻ യോഗ്യതയുള്ള ഒരാൾ സാക്ഷിയാകാൻ പാടില്ല. അടുത്ത ഷർത്താണ് കുറച്ച് പ്രശ്നമുള്ളത്. സാക്ഷിയാകുന്ന ആള് അദിലായിരിക്കണം. അദിലെന്ന് പറഞ്ഞാൽ നീതിമാനായിരിക്കണം. അദിലെന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ ചെയ്യാത്ത ആളും തഖ്വ പാലിക്കുന്ന ആളായിരിക്കണം. പറഞ്ഞാൽ പടച്ചോന്റെ നിർബന്ധമായ കൽപ്പനകളൊക്കെ അനുസരിക്കുന്ന ആളും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്ത ആളും മുറുവത്ത് പാലിക്കുന്ന ആളെയുമാണ് അദിലെന്ന് പറയുക. ഇവിടെയാണ് കുടുങ്ങുക. അങ്ങനെ ഒരാൾക്ക് നിക്കാഹിന് സാക്ഷിയാകാൻ പറ്റുള്ളൂ. പടച്ചോൻ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന ആളായിരിക്കണം. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത ആളായിരിക്കണം. ഇത് 2 മാത്രം പോരാ, സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാത്ത ആളുമായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് അദിലെന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റാണ് ഫാസിഖ് എന്ന് പറയും, തെമ്മാടി എന്ന് പറയും. ഇതില്ലാത്ത ഒരാളെ ഫാസിഖ് എന്നാ വിളിക്കുക സറയിൽ. അങ്ങനെയുള്ള ഒരാളെ സാക്ഷിയാകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സാക്ഷികളൊക്കെ പോകുന്നത്. പടച്ചോൻ പറഞ്ഞ എല്ലാ നിർബന്ധമായ കാര്യങ്ങൾ അനുസരിക്കുന്നു, പടച്ചോൻ ചെയ്യരുതെന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നില്ല. മാത്രം പോരാ, സമൂഹത്തിൽ അവന്റെ മാന്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള ആളുകളെ സാക്ഷികളാകാൻ പറ്റൂ. അങ്ങനെയുള്ള അല്ലാത്തവർ സാക്ഷി നിന്നാൽ നിക്കാഹ് ശരിയല്ല. അത് ബോധ്യപ്പെട്ടാൽ നിക്കാഹ് വേർപ്പെടുത്തുകയും വേണം. സ്വാഭാവികമായിട്ട് നിക്കാഹിന് വരുന്ന സാക്ഷികൾ പലപ്പോഴും ഇങ്ങനെയുള്ളവരല്ല. ഇപ്പൊ വരുമ്പോ മൂത്താപ്പയുടെ പേര് മൂത്താപ്പ സാക്ഷിയാന്ന് പറയും. മൂത്താപ്പ സാക്ഷിയാകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല. മൂത്താപ്പ ദേഷ്യപ്പെടും, നിക്കാഹ് മുടങ്ങും, എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും. പിന്നെ അയാൾക്ക് കുഴപ്പമുണ്ടോ നമ്മൾ തെളിയിക്കാൻ നടക്കുന്നത്. അപ്പൊ ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ എഴുതുന്ന സാക്ഷികളെ ഒന്നും നമ്മൾ പരിഗണിക്കാറില്ല. അതങ്ങനെ ബുക്കി കിടക്കും. ഞങ്ങൾ സാക്ഷികളായി പരിഗണിക്കാറുള്ളത് ഈ സഭയിൽ ഇരിക്കുന്നതിൽ കൊള്ളാവുന്ന 2 പേര് സാക്ഷികളാണെന്ന് ഞങ്ങളെ മനസ്സിൽ കരുതും. അങ്ങനെയാണ് ഇപ്പൊ നിക്കാഹ് നടന്നത്. എന്നാലേ നിക്കാഹ് നടക്കുള്ളൂ. അപ്പൊ അവർക്ക് വെറുപ്പില്ല, അവർ ബുക്കി കിടപ്പുണ്ട് സാക്ഷിയായിട്ട്. നമ്മുടെ സാക്ഷി യഥാർത്ഥത്തിൽ ആരാണ്? ഈ സദസ്സിലിരിക്കുന്നതിൽ കൊള്ളാവുന്ന 2 പേര് സാക്ഷിയായിട്ട് നമ്മൾ കണക്കാക്കും. അതിനാണ് ഈ മൈക്കിൽ നിക്കാഹ് നടത്തുന്നത്.
ഇവർ രണ്ടുപേരും മാത്രം കേട്ടാൽ പോരാ, കൊള്ളാവുന്ന രണ്ടുപേരെങ്കിലും കേൾപ്പിക്കുകയും വേണം. അങ്ങനെ ഒരു ട്രിക്കിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി നിക്കാഹിന്റെ സാക്ഷികളായിട്ട് കൊണ്ടുവരുന്ന ആളുകളെ, കൊണ്ടുവരുന്നവരിലെങ്കിലും നല്ല ആളുകളെ രണ്ടുപേരെ സാക്ഷികളാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ അല്ലെ നിക്കാഹ് ശരിയാവുള്ളൂ. അവരുടെ ഈഗോ അല്ല പ്രശ്നം, നമുക്ക് നിക്കാഹ് ശരിയായി കിട്ടണ്ടേ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. അതാണ് രണ്ട് സാക്ഷികളുടെ വിഷയം. ഇനി നമുക്ക് വരാനുള്ളത് അടുത്തത് വലിയ നിക്കാഹിന്റെ വലിയില്ലാതെ നിക്കാഹ് ശരിയല്ല. ഏതൊരു നിക്കാഹിനും വലിയ ആവശ്യമാണ്. ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ, വലിയില്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയ്യുമംറഅത്തിൻ നക്കഹത്ത് നഫ്സഹാ ബിഗൈരി ഇദ്നി വലിയ്യിഹാ ഫനിക്കാഹുഹാ ബാത്തിലുൻ. ഒരു പെണ്ണ് വലിയില്ലാതെ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് ബാത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറയുന്നു. അതുകൊണ്ട് നിക്കാഹിന് വലിയ ആവശ്യമാണ്. പെണ്ണ് കന്യകയാകട്ടെ വിധവയാകട്ടെ നിക്കാഹിന് വലിയ ആവശ്യമാണ്. ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഹനഫി മദ്ഹബിൽ വലിയില്ലാതെ നിക്കാഹ് പറ്റും. സ്വയംവരം ജായിസാണ്. ഒരു പെണ്ണിന് സ്വന്തമായി നിക്കാഹ് നടത്താം. ഹനഫി മദ്ഹബിൽ അത് പ്രശ്നമല്ല. രണ്ട് മദ്ഹബിനും അനുകൂലമായ പ്രതികൂലമായ തെളിവുകളൊക്കെ ഹദീസിലുണ്ട്. അതാണ് രണ്ടുപേരുടെ അവലംബം എന്ന് പറയുന്നത്. ഹൻസ എന്ന് പറയുന്ന ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നബിയോട് പറഞ്ഞു, നബി, ഞാനൊരു വിധവയാണ്, എന്റെ വാപ്പ ഒരു പുരുഷനെ കൊണ്ട് വിവാഹം ചെയ്തു, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വേർപ്പെടുത്തിക്കോ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ നിക്കാഹ് പ്രവാചകൻ വേർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തോടെ പരിഗണിക്കുന്നുണ്ട്. വേറൊരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, നബിയെ, എന്റെ വാപ്പ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനെ കൊണ്ട് എന്നെ നിക്കാഹ് കഴിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ നിലവാരം ഉയർത്തലായിരുന്നു. എന്റെ നന്മയല്ല ഉദ്ദേശിച്ചത്. എന്റെ വാപ്പ സഹോദരപുത്രനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചത് അയാളുടെ നിലവാരം ഉയർത്താനും അയാളുടെ മാന്യതയ്ക്ക് വേണ്ടിയാണ്. വിശ്വാസം പറഞ്ഞു, നിനക്ക് വേർപ്പെടുത്താൻ അനുവാദമുണ്ട്, നിന്റെ ഇഷ്ടമില്ലെങ്കിൽ. അപ്പോൾ അവള് പറഞ്ഞു, നബിയെ, ഞാൻ ജീവിച്ചു കൊള്ളാം, എനിക്ക് കുഴപ്പമില്ല. ഞാനിത് ഇവിടെ പറഞ്ഞത് ഒരു പെണ്ണിന്റെ പുതിയാപ്പിളയെ തീരുമാനിക്കാൻ വാപ്പയ്ക്ക് അധികാരമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ഞാനിവിടെ വന്നത്. എന്റെ വിഷയത്തിൽ കുഴപ്പമില്ല. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പുതിയാപ്പിളയെ തീരുമാനിക്കുന്നിടത്ത് ഏകപക്ഷീയമായി പിതാക്കന്മാര് തീരുമാനമെടുക്കാൻ പാടില്ല. അത് പെൺകുട്ടിയോട് കൂടിയാലോചിക്കാം. പ്രത്യേകിച്ച് കന്യകകളായ സ്ത്രീകളാണെങ്കിൽ, വിധവകളായ സ്ത്രീകളാണെങ്കിൽ അവരോട് വ്യക്തമായ അനുവാദം ചോദിക്കാം. കന്യകയെ സംബന്ധിച്ചിടത്തോളം വാപ്പയ്ക്കും വല്യാപ്പയ്ക്കും കന്യകയായ സ്ത്രീയെ അനുമതിയില്ലാതെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. ഒരു മുജിബിറായ വലിയെന്ന് അവരെ കുറിച്ച് പറയുക. ചുരുക്കത്തിൽ രക്ഷിതാവില്ലാതെ നിക്കാഹ് നടക്കൂല. രക്ഷിതാവുണ്ടെങ്കിലേ നിക്കാഹ് നടക്കുള്ളൂ. ഒരു പെണ്ണും സ്വയം വിവാഹം കഴിക്കാൻ പാടില്ല. ലാ തുസവ്വിജുൽ മർഅത്തു അൽ മർഅത്ത, ഒരു പെണ്ണൊരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കരുത്. വലാ തുസവ്വിജുൽ മർഅത്തു നഫ്സഹാ, ഒരു പെണ്ണ് അവളുടെ നഫ്സിനെയും വിവാഹം ചെയ്തു കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ പെണ്ണ് വലിയാകാനും പാടില്ല, പെണ്ണ് സ്വയം നിക്കാഹ് ചെയ്ത് കൊടുക്കാനും പാടില്ല. ഇതാണ് ഷാഫി മദ്ഹബ്. ഹനഫി മദ്ഹബിൽ സ്വയംവരം ജായിസുമാണ്. അപ്പൊ വലിയില്ലാതെ നിക്കാഹ് നടക്കൂല എന്ന് മനസ്സിലായി. വാപ്പയ്ക്കും വല്യാപ്പയ്ക്കും സ്വന്തം മകളെ കന്യകയാണെങ്കിൽ മുജിബിറായ വലിയെന്നാണ് അവര് പറയുക. അനുവാദമില്ലാതെ വിവാഹം ചെയ്തെടുക്കാൻ അധികാരമുണ്ട്. പക്ഷേ 7 ഷർത്തുകളുണ്ട്. പെൺകുട്ടിയെ ഒരു പിതാവിന് വിവാഹം ചെയ്തെടുക്കണമെങ്കിൽ ആ പിതാവിന് യോഗ്യതകൾ ഉണ്ടായിരിക്കണം. സാധാരണ രീതി ഇപ്പോൾ ഉണ്ടാകാറുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ ഏതെങ്കിലും ചെറുക്കന്മാരെ കണ്ടുവയ്ക്കും, പ്രേമായിരിക്കും, വാപ്പയ്ക്ക് അത് ഇഷ്ടമായിരിക്കില്ല. അവിടെ സ്വാഭാവികമായിട്ടും വാപ്പ വിവാഹം ചെയ്തെടുക്കാൻ വിസമ്മതിക്കും. ഉടനെ പള്ളിയിലേക്ക് വരും. വാപ്പ പറയും, ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കൂല എന്ന് പറയും. പെൺകുട്ടി പറയും, എനിക്ക് ചെറുക്കനെ അല്ലാതെ വേറെ വേണ്ടെന്നും പറയും. ഇവിടെ എന്താണ് ചെയ്യുക? വാപ്പ ജീവിച്ചിരിക്കെ വേറൊരാൾ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തെടുക്കാൻ വാപ്പയ്ക്ക് അധികാരമുണ്ടാകണമെങ്കിൽ 6-7 നിബന്ധനകളുണ്ട്. ഒന്ന്, ഈ വാപ്പയും ആ പെൺകുട്ടിയും തമ്മിൽ പ്രത്യക്ഷമായ ശത്രുതയില്ലാതിരിക്കണം. വാപ്പയും മകളും തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ പിതാവിന് അധികാരമില്ല. പിതാവിനും സ്വന്തം മകളെ നിക്കാഹ് ചെയ്തെടുക്കാൻ അധികാരമില്ല. അതിനുമുമ്പ് പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട 3 ഷർത്തുകൾ ശ്രദ്ധിക്കണം. ഒരു വാപ്പ ഒരു പെൺകുട്ടിയുടെ വലിയായി വരുന്നയാള് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പുരുഷനായിരിക്കണം. 1, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പുരുഷനായിരിക്കണം. 2ാമത്തെ നിബന്ധനയാണ് അദ്ദേഹം നീതിമാനായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാക്ഷിയുടെ ഷർത്ത് വാപ്പയ്ക്ക് നിർബന്ധമാണ്. നീതിമാനല്ലാത്തൊരു പിതാവിന് സ്വന്തം മകളെ കൈപിടിച്ചു കൊടുക്കാൻ അധികാരമില്ല. നേരത്തെ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ച് സ്ഥിരമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, വൻപാപങ്ങൾ ചെയ്യുന്ന ഒരു പിതാവിന്, ഹറാമുകൾ ചെയ്യുന്ന ഒരു പിതാവിന്, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാത്തൊരു പിതാവിന്, അതായത് നിസ്കരിക്കില്ലാത്തൊരു വാപ്പയ്ക്ക് മകളെ കൈപിടിച്ചെടുക്കാൻ അധികാരമില്ല.
കൈപിടിച്ചെടുത്ത ശരിയാവൂല്ല, ആ നിക്കാഹ് ശരിയല്ല. അള്ളാഹു കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നയാളും ഹറാമുകൾ ചെയ്യാത്തൊരു വാപ്പയ്ക്ക് മാത്രമേ സ്വന്തം മകളെ നിക്കാഹ് കൊടുക്കാൻ അധികാരമുള്ളൂ. അതുപോലെ സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. അപ്പൊ ഇന്ന് നടക്കുന്ന പിതാവിന്റെ അങ്ങനെ ഒരു പിതാവുണ്ടെങ്കിൽ ആ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അടുത്ത ആളാണ്, വല്യാപ്പയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ കൊച്ചാപ്പ മൂത്താപ്പമാരാണ്, എല്ലാവരുടെ മക്കളാണ്. വാപ്പയ്ക്ക് അധികാരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ കാളിയിലേക്ക് അധികാരം പോകും. പക്ഷേ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അതിനകത്ത് വേറെ പണിയൊന്നും ട്രിക്കൊന്നും കാണുന്നില്ല. സാക്ഷിയുടെ വിഷയത്തിൽ നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാം. വാപ്പ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഹറാമുകൾ ചെയ്യുന്നൊരു വാപ്പ, നിത്യം ഹറാമ് ചെയ്യുന്നൊരു വാപ്പ, അള്ളാഹു പറഞ്ഞ നിസ്കാരം പോലും ഇല്ലാത്തൊരു വാപ്പ, ഇങ്ങനെ ഒരു വാപ്പ ഒരു പെൺകുട്ടിയുടെ വലിയായി പള്ളിയിൽ വന്ന് നിക്കാഹിന് ഇരിക്കുമ്പോൾ എന്താ ചെയ്യുക? ആ നിക്കാഹ് ശരിയാവൂല. പിന്നെന്താ ചെയ്യുക? വാപ്പ അതിലല്ലെങ്കിൽ അതിലല്ലാത്തൊരു വാപ്പയ്ക്ക് മകളെ വിവാഹം ചെയ്തിരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ അതിലായിത്തീരാൻ ശ്രമിക്കുക. ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ പറയട്ടെ. ഒരിക്കലും നിക്കാഹിന് വേണ്ടി ഇരുന്നപ്പോൾ, നിക്കാഹിന്റെ സദസ്സിലിരുന്നപ്പോൾ മനസ്സിലായി ആ മനുഷ്യൻ മദ്യപിച്ചിട്ടുണ്ട്. സ്ഥലം ഞാൻ പറഞ്ഞില്ല, സ്ഥലം പറഞ്ഞ് നിങ്ങൾക്ക് നാണക്കേടാ. പിന്നെന്താ ചെയ്യാ? നിക്കാഹിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു പിതാവ് അപ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ തോന്നിയത് ആ മനുഷ്യനെ കൊണ്ട് കെലിമ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എന്റെ ഈ പ്രൊഫഷണൽ ജീവിതത്തിനിടയ്ക്കുണ്ടായ ദുഃഖകരമായ ഒരു സംഭവമാണ് നിക്കാഹിൽ. ഞാൻ ആ മനുഷ്യൻ അവിടെ അച്ഛൻ കെലിമ എല്ലി കൊടുത്തു. അയാളെ അപ്പം മുസ്ലിമാക്കി, എന്നിട്ട് നിക്കാഹ് കൊടുത്തു. അങ്ങനെ മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പള്ളിയിൽ നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കായിരുന്നത്. പള്ളിയിൽ നിക്കാഹ് നിർബന്ധമൊന്നുമില്ല, അത് സുന്നത്താണ്. അത് നബി എന്തുകൊണ്ട് നിർബന്ധമാക്കിയില്ല? ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മളും അത് നിർബന്ധമാക്കേണ്ട കാര്യമൊന്നുമില്ല, നിർബന്ധമാക്കാനുള്ള അധികാരവും ഇല്ല. പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക സുന്നത്തുകൾക്ക് വേണ്ടി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് നിർബന്ധ സാഹചര്യത്തിലേക്ക് വരുത്താൻ കഴിയില്ല. കാരണം അത് സുന്നത്താണ്, പ്രവാചകൻ നിർബന്ധമാക്കിയിട്ടില്ല. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് നീതിമാനായിരിക്കണം. നീതിമാനല്ലാത്ത, ബുദ്ധിയില്ലാത്ത, പ്രായപൂർത്തിയില്ലാത്ത ഒരാൾക്ക് തന്റെ മകളെ വിവാഹം ചെയ്തെടുക്കാൻ അധികാരമില്ല. മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പിതാവും മകളും തമ്മിൽ ശത്രുതയുണ്ടാകരുത്. വാപ്പയും മകളും തമ്മിൽ ശത്രുതയിലാണെങ്കിൽ ആ മകളെ നിക്കാഹ് ചെയ്തെടുക്കാൻ അധികാരം വാപ്പയ്ക്കില്ല. ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകും. മകൾ ഒരാളെ പ്രേമിക്കുന്നു, വാപ്പ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവര് തമ്മിൽ ശത്രുതയിലാണ്. വാപ്പ പറയുന്നു ഞാൻ അവൾക്കൊരു വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വാപ്പ പറഞ്ഞാൽ വാപ്പ പറഞ്ഞയാളെയാണ് സ്വീകരിക്കേണ്ടത്, മകള് പറഞ്ഞയാളെ അല്ല. രണ്ടുപേരും വാപ്പ തീരുമാനിച്ച പുതിയാപ്പിളയും ഈ പെണ്ണിന് യോജിച്ചതാണ് എങ്കിൽ വാപ്പ പറഞ്ഞയാളെയാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ആ വാപ്പയെ മാറ്റി നിർത്തി വേറൊരാൾ അവിടെ ഇരുന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഇത്തരം ചില സാഹചര്യങ്ങൾ ഇപ്പോൾ രൂപപ്പെടാറുണ്ട്. അവിടെയൊക്കെ പെട്ടുപോകുന്ന ചില രൂപങ്ങളാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ മകളും വാപ്പയും തമ്മിൽ പ്രത്യക്ഷമായ ശത്രുതയുണ്ടാകരുത്, ഒന്ന്. രണ്ടാമത്തെ ഷർത്ത്, മകളും ഈ വാപ്പ തീരുമാനിച്ച പുതിയാപ്പിളയുമായിട്ട് ശത്രുതയുണ്ടാകരുത്. വാപ്പ മകൾക്ക് ഇഷ്ടമില്ലാത്തൊരാളെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നടക്കൂല. ഈ മകളും ഈ പുതിയാപ്പിളയുമായിട്ട് ശത്രുതയുണ്ടാകരുത്, പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ശത്രുതയുണ്ടാകരുത്. ഉണ്ടെങ്കിൽ ഈ വാപ്പയ്ക്ക് ആ പെൺകുട്ടിയെ അയാളെ കൊണ്ട് വിവാഹം ചെയ്തെടുക്കാൻ അധികാരമില്ല. അതുപോലെ ഈ വാപ്പ തീരുമാനിച്ച പുതിയാപ്പിളയ്ക്ക് ഇവൾക്ക് മഹർ കൊടുക്കാനും ചെലവിന് കൊടുക്കാനും കഴിവുണ്ടായിരിക്കണം, അതൊരു നിബന്ധനയാണ്. നാലാമത്തെ നിബന്ധന എന്ന് പറയുന്നത് മഹർ രൊക്കമായിരിക്കണം, കടം പറയാൻ പാടില്ല. മഹർ കടം പറഞ്ഞാൽ ഈ നിക്കാഹ് ശരിയാവില്ല, ഈ നിക്കാഹ്. അതുപോലെ മഹർ പ്രാദേശികമായ നാണയത്തിലാക്കണം. ഇന്ത്യൻ രൂപയിലെ ഇന്ത്യയിൽ നിക്കാഹ് നടത്താൻ പറ്റുള്ളൂ, റിയാലുകൊണ്ട് നിക്കാഹ് നടത്താൻ പറ്റില്ല ഈ രൂപത്തിൽ. അപ്പൊ ഇത്തരം ചില നിബന്ധനകൾ ഈ ഇത്തരം വിവാഹങ്ങളിൽ വാപ്പ സ്വന്തം മകളെ ഈ ഒരു അവസ്ഥയിൽ വിവാഹം ചെയ്തിരിക്കുമ്പോൾ ഇത്തരം ചില നിബന്ധനകൾ ശറ അവിടെ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഈ മകള് ഈ പുതിയാപ്പിളയ്ക്ക് കുഫുവായിരിക്കണം. നിക്കാഹിന് കുഫു വെക്കുക എന്നുള്ളത് നിർബന്ധമല്ല, പക്ഷെ അത് പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ്. മകൾക്ക് എതിർപ്പുണ്ടെങ്കിൽ മകൾക്ക് ഉചിതമല്ലാത്ത കുഫുവല്ലാത്തൊരു പുതിയാപ്പിളയെ കൊണ്ട് നിക്കാഹ് കൊടുക്കാൻ പാടില്ല. മകൾ പറയണം ആ പുതിയാപ്പിള എനിക്ക് കുഫുവല്ല, വാപ്പ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ വാപ്പയ്ക്ക് അധികാരമില്ല. അനുയോജ്യമായൊരു വരനെ കൊണ്ട് മാത്രം വിവാഹം ചെയ്തു കൊടുക്കാനേ വാപ്പയ്ക്ക് അധികാരമുള്ളൂ, അല്ലാതെ അധികാരമില്ല. അപ്പോൾ എന്താണ് ഈ കുഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കുഫു പരിഗണിക്കുന്നത് സമ്പത്തിലാണ്. നമ്മളെപ്പോലെ സമ്പന്നനായ ഒരാളുമായുള്ള വിവാഹം അത് കുഫുവാണ്. പക്ഷെ ആ വിഷയത്തിൽ ഇസ്ലാം സമ്പത്ത് പരിഗണിക്കുന്നില്ല. വലിയ സമ്പന്നനായ ഒരാളുടെ മകൾക്ക് വേണ്ടി സമ്പന്നനല്ലാത്ത ഒരാളുടെ മകനെ ആലോചിക്കാം. സമ്പത്തിലല്ല കുഫു നോക്കേണ്ടത്. കുഫു നോക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ദീനാണ്, ദീനിൽ കുഫു നോക്കണം. രണ്ടുപേർക്കും ഒരേപോലെ മതബോധം ഉണ്ടോ എന്ന് നോക്കണം.
രണ്ടാമത് തറവാടാണ്. തറവാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തറവാടല്ല. ഇസ്ലാമിൽ ഇവർക്ക് എത്ര പഴക്കമുണ്ടെന്നുള്ളതാണ് തറവാടിന്റെ മാനദണ്ഡം. അതായത് ഒരു പെണ്ണിന്റെ വാപ്പ മുസ്ലിമായ ആളാണ്, ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. ഈ പുതിയാപ്പയുടെ വല്യാപ്പ ഇസ്ലാമിലേക്ക് വന്നയാളാണ്. അപ്പൊ ഇവര് തമ്മിൽ അന്തരമുണ്ട്. ഒരു തലമുറ ഇസ്ലാമിൽ പഴക്കമുണ്ട്. അപ്പൊ ഇസ്ലാമിലേക്ക് ഇവരുടെ പിതാക്കന്മാർ വന്നതിലുള്ള പഴക്കമാണ് ഈ നസബിയത്ത്, തറവാടിത്തത്തിൽ പരിഗണിക്കപ്പെടേണ്ടത്. അല്ലാതെ നമ്മൾ പറയും പോലെ വലിയ തറവാട്, ചെറിയ തറവാട് അങ്ങനെ പരിഗണനയല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടണം. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത് തൊഴിലാണ്. 3 കാര്യങ്ങളിലെ ഇസ്ലാം കഫാഅത്ത് പരിഗണിക്കുന്നുള്ളൂ. ഒന്ന് ദീനാണ്, മറ്റൊന്ന് തറവാടാണ്, മറ്റൊന്ന് ജോലിയാണ്. എല്ലാ ജോലിയും ഇസ്ലാമിൽ മാന്യമാണ്. പക്ഷെ ചില ജോലികൾ ചില ജോലികളെക്കാൾ താഴെയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഒരു തൂപ്പുകാരന്റെ മകളെ തയ്യൽക്കാരന്റെ മകന് കുഫുവല്ല. കാരണം തൂപ്പുകാരിയേക്കാൾ കുറച്ചുകൂടി ടോപ്പിലാണ് തയ്യൽക്കാർ എന്ന് പറയുന്നത്. തയ്യൽക്കാരന്റെ മകൻ ഒരു കച്ചവടക്കാരന്റെ മകന് കുഫുവല്ല. കാരണം തയ്യൽക്കാരേക്കാൾ മുകളിലാണ് കച്ചവടക്കാരൻ. ഒരു കച്ചവടക്കാരന്റെ മകൻ ഒരു ആലിമിന്റെ മകന് കുഫുവല്ല. കാരണം കച്ചവടക്കാരേക്കാൾ മുകളിലാണ് ആലിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തൊഴിലിനനുസരിച്ച് ഇസ്ലാം ഈ വിവാഹത്തിന്റെ കുഫുവിന്റെ വിഷയത്തിൽ ഒരു നിലവാരം തൊഴിലിനനുസരിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു തൊഴിൽ മോശമായതുകൊണ്ടല്ല. അപ്പൊ ഈ കുഫുവും ഈ വിഷയത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു വിഷയം നിക്കാഹിന്റെ വക്കാലത്താണ്. കുഫുവിന്റെ കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, സെയ്ദ് എവിടെന്നോ ഓടി വന്നൊരു അടിമയായിരുന്നു. നബിയുടെ അടുക്കൽ വളർത്തുപുത്രനായി ജീവിച്ചു. നബിയുടെ വളർത്തുമകനാണ് ഉസാമ. സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു. ഈ സെയ്ദ് റളിയല്ലാഹുവിനെ നബി തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്ത ആരെന്നറിയോ? സൈനബ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ് എന്ന് പറയുന്നത് ഖുറൈശിയാണ്. ഖുറൈശി തറവാട്ടിൽപ്പെട്ട സൈനബിനെയാണ് സെയ്ദ് എന്ന് പറയുന്ന എവിടെന്നോ വന്നൊരു അടിമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പൊ നമ്മുടെ ഈ കുലവും കുടുംബവും ഒന്നും നബി പരിഗണിച്ചിട്ടില്ല. അതുപോലെ നബിയുടെ വീട്ടിൽ ഒരു പരിചാരികയുണ്ടായിരുന്നു. ആ പരിചാരിക അവർ സ്വതന്ത്രയാകുന്ന സമയത്തും അവരുടെ ഭർത്താവായിരുന്നത് ഒരു അടിമ പുരുഷനായിരുന്നു. അപ്പൊ അടിമയും സ്വതന്ത്രം തമ്മിലുള്ള നിക്കാഹ് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഉച്ചനീചിത്വങ്ങളൊന്നും പരിശുദ്ധ ഇസ്ലാമിലില്ല. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ മാത്രമേ ഇസ്ലാം കുഫു പരിഗണിക്കുന്നുള്ളൂ എന്നർത്ഥം. അടുത്തത് നിക്കാഹിന്റെ വക്കാലത്തുമായി ബന്ധപ്പെട്ടാണ്. വിവാഹം കഴിച്ചു കൊടുക്കുന്ന പുതിയാപ്ലയ്ക്കും വിവാഹം കഴിക്കുന്ന ഈ രക്ഷകർത്താവിനും രണ്ടുപേർക്കും നിക്കാഹിനെ വക്കാലത്ത് ഏൽപ്പിക്കാം. ഇതൊരു നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. ഇപ്പൊ വാപ്പയ്ക്ക് ഗൾഫിൽ നിന്ന് വരാൻ കഴിഞ്ഞില്ല, നിക്കാഹിന്റെ ഡേറ്റായി. ഇപ്പൊ യുദ്ധ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് യുദ്ധമാണ്, ഫ്ലൈറ്റ് ഇല്ല, നിക്കാഹ് അടുത്ത ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, വാപ്പയ്ക്ക് വരാൻ കഴിയില്ല. നിക്കാഹ് മുടക്കണ്ട, വാപ്പയ്ക്ക് ഇവിടെ ആരെങ്കിലും ഫോൺ ചെയ്ത് ഏൽപ്പിക്കാം. എന്റെ മകൾ സുബൈദാനെ നീ ഒന്ന് നിക്കാഹ് ചെയ്ത് കൊടുത്തരെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിക്കപ്പെട്ട വക്കീലിന് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? നിക്കാഹ് ചെയ്ത് കൊടുക്കാം. പറയുന്ന പദത്തിൽ മാറ്റം ഉണ്ടാവും. എന്റെ മകൾ എന്ന് പറയുന്നിടത്ത് ഇന്നയാളുടെ മകളെ അയാൾ എന്നെ ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് തരുന്നു എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ. ഇതേപോലെ ഈ പുതിയാപ്പിളയ്ക്കും വക്കാലത്ത് ഏൽപ്പിക്കാം. ഇപ്പൊ യുദ്ധ സാഹചര്യമാണ്, നിക്കാഹ് നിശ്ചയിച്ചു, അടുത്ത ആഴ്ച പുതിയാപ്പിളയ്ക്ക് വരാൻ പറ്റിയില്ല, നിക്കാഹ് മാറ്റണ്ട, പുതിയാപ്പിള അവിടെ നിന്നോട്ടെ. പുതിയാപ്പിളയ്ക്ക് ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിക്കാം. കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിക്കടവേ എനിക്ക് വരാൻ പറ്റൂല, ഇനി ഒന്ന് എനിക്ക് വേണ്ടി പെണ്ണ് കെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുക. അപ്പൊ ഈ പുതിയാപ്പിളയ്ക്ക് പകരം ഇരിക്കുന്ന വക്കീൽ എന്ത് ചെയ്യുക? സീഹ മാറ്റി പറയുക, നിങ്ങളുടെ മകളെ എന്റെ കൂട്ടുകാരൻ ബഷീറിന് വേണ്ടി ഞാൻ നിക്കാഹ് ചെയ്തു, നിങ്ങൾ നിക്കാഹ് ചെയ്തെന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയാപ്പിളയുടെ സ്ഥാനത്തും ഒരു വക്കീലിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതോടുകൂടി അവന്റെ പണി കഴിഞ്ഞില്ല, ബാക്കി പിന്നെ അവൻ വരുമായിക്കോളും. അപ്പൊ വക്കാലത്ത് എന്ന് പറയുന്നത് രണ്ടുപേർക്കും ആകുന്നതിന് കുഴപ്പമില്ല. അതാണ് നിക്കാഹിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മള് സൗജത്ത് ഭാര്യയെ കുറിച്ച് പറഞ്ഞു, ഭാര്യയുടെ നിബന്ധനകൾ പറഞ്ഞു, ഭർത്താവിന്റെ നിബന്ധനകൾ പറഞ്ഞു, 2 സാക്ഷിയുടെ നിബന്ധനകൾ പറഞ്ഞു, വാപ്പാടെ നിബന്ധനകൾ പറഞ്ഞു. ഇനി 5-മത്തത് സീഗയാണ്. അത് നിങ്ങൾക്ക് സുപരിചിതമാണ്, ഇതിനകത്ത് വലിയ വിഷയങ്ങളില്ല. ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്ന സീഗയും ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ഭർത്താവിന്റെ സീഗയുമാണ്. ഈ സീഗയില്ലാതെ, അല്ലെങ്കിൽ ഇതിന്റെ പരിഭാഷയായാലും മതി, മലയാളത്തിൽ പറഞ്ഞാലും മതി, ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല, അറബി തന്നെ വേണമെന്നില്ല, പറഞ്ഞാലും ആ നിക്കാഹ് സാധുവായിത്തീരും. ഈ 5 കാര്യങ്ങൾ, ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ നിർബന്ധമായി നിക്കാഹിൽ പാലിക്കപ്പെട്ടാലേ ഈ നിക്കാഹ് ശരിയാവുകയുള്ളൂ. ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിക്കാഹ് വേർപ്പെടുത്തണം, അല്ലെങ്കിൽ നിക്കാഹ് ശരിയാവില്ല, ബന്ധം അവിഹിതമായി തീരും. നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.